Hi and welcome to a new video. In this video, I'll be discussing about alternating current through RC circuit, series RC circuit. ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ സീരീസ് RL സർക്യൂട്ട് പറഞ്ഞു. ഇനി R തന്നെ L മാറ്റിയിട്ട് എന്ത് വെച്ചു? C വെച്ചു. ഇപ്പോൾ ഇവിടെ ഡ്രോപ്പ് VR, VC, ടോട്ടൽ വോൾട്ടേജ് V എന്ന് വിളിക്കുന്നു. കറണ്ട് I ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് അറിയാം പ്യുവർ റെസിസ്റ്ററിലാണെങ്കിൽ ഫേസ് ഡയഗ്രം വരയ്ക്കുന്നത് നേരത്തെ പോലെ വരച്ച് കാണിക്കാം. ഇപ്പോൾ പ്യുവർ റെസിസ്റ്ററിൻ്റെ കേസ് വെച്ചിട്ട് തുടങ്ങുന്നതാണ് നമുക്ക് എപ്പോഴും എളുപ്പം. കാരണം പ്യുവർ റെസിസ്റ്റൻസിൽ വോൾട്ടേജും കറണ്ടും എന്താണ്? ഇൻ ഫേസ് ആണ്. അപ്പോൾ ആദ്യം ഞാൻ VR വോൾട്ടേജ് VR വരയ്ക്കുന്നു. അപ്പോൾ ഇതാണ് VR എങ്കിൽ അതിൽക്കുള്ള കറണ്ട് എവിടെ തന്നെയായിട്ട് വരും? നമുക്ക് ഇതിൽ തന്നെ വരയ്ക്കാം. കറണ്ട് എന്താണ്? ഇൻ ഫേസ് ആണ്. ബട്ട് ഇനിയുള്ളത് നമുക്ക് എന്താ പറയുക, കപ്പാസിറ്ററിലത്തെ വോൾട്ടേജ് ആണ്. കപ്പാസിറ്ററിൽ എന്ന് പറഞ്ഞാൽ കറണ്ട് എന്തായിരിക്കണം? 90 ഡിഗ്രി ലീഡിങ് ആയിരിക്കണം. കറണ്ട് 90 ഡിഗ്രി ലീഡിങ് ആവണമെങ്കിൽ വോൾട്ടേജ് എന്താവണം? 90 ഡിഗ്രി ലാഗിങ് ആയിട്ട് വേണം വരാൻ. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ കേസിൽ വോൾട്ടേജ് എങ്ങനെയാണ് വരിക? താഴത്തേക്കാണ് വരിക. 90 ഡിഗ്രി ലാഗിങ് ആയിട്ട് വേണമല്ലോ വരയ്ക്കാൻ. അപ്പോൾ ഇതായിരിക്കും എന്ത്? കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് VC എന്ന് പറയുന്നത് വരാൻ പോകുന്നത്. ഇനി നേരത്തെ പോലെ തന്നെയാണ് ഇവിടെ ടോട്ടൽ വോൾട്ടേജ് നമുക്ക് പറയാവുന്നത്. V is equal to എന്ത് എഴുതാം? V is equal to VR plus VC ആണ്. VR plus VC ആണ്. അത് ഇവിടെ വരാൻ പോകുന്നത് VR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I into R ആയിരിക്കും. മറ്റേത് പ്ലസ് ആയിരിക്കില്ല, 90 ഡിഗ്രി പിന്നിലായതുകൊണ്ട് -J into I into XC ഈ ഒരു രീതിക്കാണ് വരിക. അപ്പോൾ എനിവേ നമുക്ക് ഈ ഒരു ഫിഗറിന് ചിത്രത്തിൽ അതെങ്ങനെ കാണിക്കാം? ഇതിൽ കൂടെ ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതിനെ ഞാൻ അതേപോലെ ഇങ്ങോട്ട് എടുത്ത് വെക്കണം, ഇങ്ങോട്ട് എടുത്ത് വെക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ VC വരിക. ഈ ഒരു റിസൾട്ടൻ്റ് ആയിരിക്കും നമ്മളുടെ എന്ത് വരാൻ പോകുന്നത്? റിസൾട്ടൻ്റ് വോൾട്ടേജ് V വരാൻ പോകുന്നത്. ഒരു ആംഗിൾ ഇവിടെയും ഉണ്ടായിരിക്കും, ഫൈ ആയിരിക്കും. ആ ഫൈ എന്ന് പറയുന്നത് താഴത്തേക്കായിരിക്കും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മറ്റോടത്തെ ഇൻഡക്ട് RL കേസിൻ്റെ അതേപോലെയൊക്കെ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ബാക്കി എഴുതി പോകാവുന്നതാണ്. VR ഈക്വൽ ടു VR പ്ലസ് VC ആണ് V IR മൈനസ് JIXC. മൈനസ് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് മനസ്സിലാക്കുക. മൈനസ് എന്ന് പറയാൻ കാരണം 90 ഡിഗ്രി പിന്നിലേക്കാണ്. 90 ഡിഗ്രി പിന്നിലേക്കാണ് VC എടുക്കുന്നത്. സോ V ഈക്വൽ ടു I ഇൻറ്റു R മൈനസ് JXC ആണ് വരിക. ഓർ I ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ കിട്ടുക V/R മൈനസ് JXC ആണ്. ഈ R മൈനസ് JXCനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപീഡൻസ്. ദാറ്റ് ഈസ് this Z is equal to R മൈനസ് JXC. അപ്പോൾ ഇവിടെ ഇംപിഡൻസ് ഇതാണ്. മറ്റേ കേസിൽ R പ്ലസ് JXലായിരുന്നു, കാരണം X മേലേക്കായിരുന്നു, ഇവിടെ താഴത്തേക്കാണ്. ഇനി സെയിം അവിടെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആ ട്രയാങ്കിൾ വേണമെങ്കിൽ ഇവിടെ എടുത്തിട്ട് പ്ലോട്ട് ചെയ്യാം. ട്രയാങ്കിൾ ജസ്റ്റ് താഴത്തേക്കാണെന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും എന്തായിട്ട് കിട്ടുന്നതായിട്ട് കാണാം, സിമിലർ ആയിട്ട് കിട്ടുന്നതായിട്ട് കാണാം. നോക്കാം. അപ്പോൾ ഇവിടെ ഇത് നമുക്കറിയാം എന്താ? VR ആണ്. ഇത് നമുക്കറിയാം എന്താ? VC ആണ്. ഇത് നമുക്കറിയാം V ആണ്. VR എന്ന് പറഞ്ഞാൽ എനിക്കറിയാം എന്താ? I ഇൻറ്റു R ആണ്. VC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I ഇൻറ്റു XC ആണ്. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I ഇൻറ്റു Z ആണ്, അല്ലേ? ഇവിടെ നമുക്ക് എഴുതാവുന്നതാണ്. V ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? I ഇൻറ്റു Z എന്ന് പറഞ്ഞിട്ട് കിട്ടും. സെറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡൊക്കെ സെയിം തന്നെയാണ്, നേരത്തെ പോലെ ഇവിടെ എഴുതാട്ടോ. സ്ക്വയർ റൂട്ട് ഓഫ് എന്താ പറയുക, R² പ്ലസ് XC സ്ക്വയർ എന്നൊക്കെ എഴുതാം. ഈ ഒരു ട്രയാങ്കിളിനെ വോൾട്ടേജ് ട്രയാങ്കിൾ എന്നാണ് വിളിക്കുക. ആസ് സച്ച് ഈ ഒരു ട്രയാങ്കിളിനെ നമ്മൾ വോൾട്ടേജ് ട്രയാങ്കിൾ ആണ്. കാരണം ഇതിലെല്ലാം എന്തായിട്ടാണ് കിടക്കുന്നത്? വോൾട്ടേജുകളാണ് കിടക്കുന്നത്. ഇത് തന്നെ ജസ്റ്റ് എന്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതേ ട്രയാങ്കിൾ ഞാനൊന്നും കൂടി നീക്കി വെച്ചിട്ടുണ്ട്. അതിലത്തെ വോൾട്ടേജ് കറണ്ടുകളെല്ലാം റിമൂവ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും? നേരത്തെ അവിടെ ചെയ്താണ് അതേപോലെ തന്നെ ഞാൻ ഇതിലത്തെ കറണ്ട് എല്ലാറ്റിലും സെയിം ആണ്. അതിനെ അവിടുന്ന് ഡിവൈഡ് ചെയ്തെന്ന് വിചാരിക്കുക. കറണ്ടിനെ എല്ലാവരും ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് എന്തായി മാറി? നമുക്ക് നമ്മളുടെ ഇംപിഡൻസ് ട്രയാങ്കിളായി മാറും. ഇതിൽ മറ്റേ ആംഗിൾ ഉണ്ടായിരിക്കും, ഫൈ എന്ന് പറയുന്ന ആംഗിൾ ഇംപിഡൻസ് ട്രയാങ്കിളായിട്ട് മാറും. അപ്പോൾ ഇതാണ് ഇംപിഡൻസ് ട്രയാങ്കിൾ ഈ ഒരു കേസിൽ. ഈ ഒരു കേസിലായാലും ഏതൊരു കേസിലായാലും എപ്പോഴും ബേസ് എന്തായാലും എന്ത് തന്നെയാണ്? റെസിസ്റ്റൻസ് ആണ്. ഹൈറ്റ് റിയാക്റ്റൻസ് ആണ്. റിസൾട്ടൻ്റ് എന്താ പറയുക, നമ്മളുടെ ഹൈപ്പോട്ടന്യൂസ് ഇംപിഡൻസ് ആണ്. ഈ കേസിലും എനിക്ക് വേണമെങ്കിൽ പവർ ഫാക്ടർ എഴുതാവുന്നേ ഉള്ളൂ. പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു cos y ഈക്വൽ ടു അഡ്ജസൻ എന്ന് പറഞ്ഞാൽ R, ഹൈപ്പോട്ടന്യൂസ് Z. ഞാൻ നേരത്തെ പറഞ്ഞു R/Z ആണ് എല്ലാ കേസിലും വരാൻ പോകുന്നത്. Z മാറുമെന്ന് മാത്രമേ ഉള്ളൂ, മറ്റേ ഇതിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഇതിലും നമുക്ക് പവർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് പവർ ഉണ്ടാവും. എഗെയിൻ അത് VI cos y തന്നെയാണ് വരിക. ഓക്കെ, ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ പവർ ഫാക്ടറിന് പറയുമ്പോൾ ചെറിയ വ്യത്യാസത്തിൽ പറയണമെന്ന് മാത്രം. ലാഗിങ്ങും ലീഡിങ്ങും എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.